നമസ്കാരം. ത്രിപുരയുടെ ക്യാപിറ്റലായ അഗർത്തലയിലാണ് ഉള്ളത്. ബംഗ്ലാദേശ് ബോർഡറും ത്രിപുരയുടെ അവസാന റെയിൽവേ സ്റ്റേഷൻ കൂടിയായ സാബ്രൂമിലേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അവിടുത്തെ കാഴ്ചകളാണ്. അഗർത്തല റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് സാബ്രൂമിലേക്ക് പോകാനുള്ള ട്രെയിൻ രാവിലെ 10:50 ഇപ്പോൾ 9:30 ആയതേ ഉള്ളൂ. 113 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് സാബ്രൂമിലേക്ക്. ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിനിന്റെ ടിക്കറ്റ് എടുക്കാം. 07684 അഗർത്തല സാബ്രൂം DEMU 10:50 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടും. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് സാബ്രൂമിലേക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. രണ്ടുപേർക്കും കൂടെ 60 രൂപ. ഇത് കൊൽക്കത്തയിൽ നിന്ന് അഗർത്തലയിലേക്ക് വരുന്ന ഗരീബ് രാത്ത് എക്സ്പ്രസ് ആണ്. പിന്നെ നേരെ ഇതിൻ്റെ യാർഡിലോട്ട് കൊണ്ടുപോവുകയാണ്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ DEMU എത്തും. രാവിലെ 8:10 സാബ്രൂമിൽ നിന്ന് വിട്ട വണ്ടിയാണിത്. 10:30 ഇനിയിപ്പോൾ ഇത് തന്നെയാണ് 10:50 തിരിച്ചും പോകുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല തിരക്കുണ്ട്. ഇവിടെയായിട്ട് കയറാം, അതായത് തൊട്ട് മുന്നിൽ തന്നെ. ഇത് നല്ലൊരു സ്പോട്ട് നോക്കി ഈ സിംഗിൾ ഇതിലുള്ള ഇവിടെ തന്നെ ഇരിക്കും. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ആൾക്കാർ നോക്കാതിരിക്കാനുള്ള നല്ല സീറ്റ് തന്നെ വേണ്ടേ അല്ലേ? ഒരു ഫേസ് ടു ഫേസ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? കുഴപ്പമില്ല, ഇതാണ് നല്ലൊരു എന്താ പറയുക എമർജൻസി സീറ്റ് പോലത്തെ സീറ്റ് തന്നെയാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ വീഡിയോയും ചിത്രീകരിക്കാമല്ലോ. ഇവിടെ വേറൊരു ട്രെയിൻ ഉണ്ട്, അതിന്റെ ബോർഡൊന്നും കാണുന്നില്ല. For the kind attention of the passengers, train number 07684 up Agartala Sabrum DEMU passenger special via Udaipur Belonia is on platform number 3. This is a kunjukan by Zadi Malkhuni Blombor Sairo Sni Dokjar Bray Tham Aguli Sabrum DEMU special via Udaipur Belonia Tham Lombor platform Bathakza कृपया ध्यान. കറക്റ്റ് 10:50 തന്നെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അഗർത്തലയ്ക്കും സാബ്രൂമിനും ഇടയിൽ ഈ ട്രെയിന് 10 സ്റ്റോപ്പുകളാണുള്ളത്. അഗർത്തല സ്റ്റേഷനോട് വിട. അഗർത്തലയിൽ നിന്ന് സാബ്രൂമിലേക്ക് ഒരു ദിവസം 4 ഇതേപോലത്തെ DEMUകളും അതുപോലെ തന്നെ ഒരു എക്സ്പ്രസ് ട്രെയിനാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ വണ്ടി 5:25 രാവിലെ, പിന്നെ ഇപ്പോൾ പോകുന്ന 10:50, പിന്നെ വരുന്നത് 1:40, പിന്നെ അവസാനത്തെ വണ്ടി 4:30. ഒരു എക്സ്പ്രസ് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ആഴ്ചയിൽ 5 ദിവസം മാത്രമാണ് സർവീസ് ചെയ്യുന്നത്. ഞായറാഴ്ച വ്യാഴാഴ്ച ആ വണ്ടി ഓടുക. ആ വണ്ടി എന്ന് പറഞ്ഞാൽ കൊൽക്കത്തയിലെ സിയാൽദിയിൽ നിന്ന് സാബ്രൂമിലേക്ക് പോകുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസ് ആണ്. അത് വൈകിട്ട് 5:30. റൂട്ട് മൊത്തം നല്ല അടിപൊളി കൃഷിപ്പാടങ്ങളാണ്, നല്ല പച്ചപ്പാണ്. ഈ കൃഷിപ്പാടത്തിന്റെ നടുഭാഗത്ത് തന്നെ വീടുകളും ഉണ്ട്. നല്ല ഭംഗിയല്ലേ അത് കാണാൻ? ഇത് ഗോമതി നദിയാണ്. ബംഗ്ലാദേശിലൂടെയും ത്രിപുരയിലൂടെയും ഒഴുകുന്നൊരു നദിയാണ്. അഗർത്തലയൊക്കെ വെസ്റ്റ് ത്രിപുര ജില്ലയിലാണ്. നമ്മളിപ്പോൾ ഗോമതി ജില്ലയിലേക്ക് കയറിയിരിക്കുകയാണ്. ഉദയ്പൂർ സ്റ്റേഷനിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദയ്പൂരിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു സംശയം വരും. രാജസ്ഥാനിലെ ഉദയ്പൂരുണ്ട്, ഇവിടെ ത്രിപുരയിലെ ഉദയ്പൂരുണ്ട്. ഉദയ്പൂരിലുള്ളത് ഉദയ്പൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനാണ്. ഇത് വെറും ഉദയ്പൂർ. വലിയ തിരക്കൊന്നുമില്ല. ഉദയ്പൂരിനെ പറ്റി പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിലത്തെ 2ാമത്തെ വലിയ ക്ഷേത്രമായ ത്രിപുര സുന്ദരി ക്ഷേത്രം ഇവിടെയാണ് വരുന്നത്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ തന്നെ
ത്രിപുരയുടെ ടൂറിസം തലസ്ഥാനം വരുന്നത് ഈ ഉദയ്പൂരാണ്. ഉദയ്പൂരിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ. ടൗണൊക്കെ ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ്. റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റേഷനിൽ ഓരോ സംസ്ഥാനത്തിൻ്റെ അതത് കാര്യങ്ങൾ ഇവിടെ പെയിന്റിംഗ് ആയി കൊടുത്തതുണ്ട. ഇത് അടിപൊളിയല്ലേ? ഇവിടെ കർണാടകേൻ്റെ ഉണ്ട്, അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ഇതാ. അവിടെ കഥകളിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടുന്ന് കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. നമ്മുടെ നാടിൻ്റെ ഇവിടെ ഉണ്ടല്ലോ. അതുപോലെ ഉദയ്പൂർ ലേക്ക് സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് തടാകങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുവഴി ഒരു റോഡൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കൂടുതലും കൃഷിയാണ്. ട്രെയിനിൻ്റെ അകത്തൂടെ തന്നെ ചെറിയ നമുക്ക് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് പോകാൻ പറ്റും കേട്ടോ. ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ കിട്ടും. പിന്നെ ചന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ വിൽക്കുന്നൊക്കെ ഉണ്ട്. ട്രെയിൻ എങ്ങനെ സൗത്ത് ത്രിപുരയിലേക്ക് എത്തിയിരിക്കുകയാണ്. മനു ബസാർ റെയിൽവേ സ്റ്റേഷൻ. ഈ ത്രിപുരയിൽ മനു എന്ന് പറഞ്ഞൊരു സ്ഥലം തന്നെയുണ്ട്. അത് ധലായ് ജില്ലയിലാണ്. ത്രിപുരയിലത്തെ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിലോ നല്ല വികസനമാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ. റെയിൽവേ സ്റ്റേഷൻ്റെ കെട്ടിടമൊക്കെ ആണെങ്കിൽ നല്ല പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടാണുള്ളത്. അടുത്തതാണ് ഇനി ഇറങ്ങാനുള്ള ലാസ്റ്റ് സ്റ്റേഷൻ സബ്രൂം. അതുപോലെ തന്നെ ഇവിടെയുള്ള വീടുകളില്ലേ, ഭൂരിഭാഗം വീടുകളും ഷീറ്റാണ്. അതായത് ഷീറ്റ് ഇട്ടിട്ടാണ്. പിന്നെ എല്ലാ വീടിൻ്റെ മുന്നിൽ തന്നെ നമ്മുടെ റബ്ബർ ഷീറ്റ് ഇല്ലേ, റബ്ബർ ഷീറ്റൊക്കെ ഉള്ളത് നമുക്ക് കാണാം. അതായത് ഇവിടെ റബ്ബറുണ്ട്. ത്രിപുരയിൽ റബ്ബർ കൃഷിയുണ്ട്. ഇവിടെയൊക്കെ ഇതാ എല്ലാം ഷീറ്റ് തന്നെയാണ്. അഗർത്തലയിൽ നിന്നും 113 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ സബ്രൂം സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1:10 ഇന്ത്യയിലെ അവസാന റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യൻ റെയിൽവേ ഇവിടെ അവസാനിച്ചു. ഒരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ നിന്ന് വളരെ അടുത്താണ് ബംഗ്ലാദേശ്. SBRM എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. സ്റ്റേഷൻ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഈ വണ്ടി ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകും. അതിൻ്റെ തിരക്കാണ് ഇവിടെ. സബ്രൂം. ഇനിയിപ്പോൾ നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം നമുക്ക്. ഇതാണ് സബ്രൂം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ഓട്ടോകളൊക്കെ ഉണ്ട്. നമുക്കിനിപ്പോൾ നേരെ സബ്രൂം ടൗൺ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഓട്ടോ ആക്കിയിട്ട് തന്നെ പോകണം. കാരണം ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ് ടൗൺ ഏരിയ ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ബോർഡറും ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടത്തേക്ക് ഡയറക്റ്റ് പോകാനാവുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനി എന്തായാലും ഒരു ഓട്ടോ ആക്കണം. അപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോയിൽ കയറി ഇതേ ഇവിടെ ഡോറൊക്കെ ഉണ്ട് കേട്ടോ.
ഇത് ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പം ഞങ്ങളിപ്പോൾ പ്ലാൻ ഇട്ടത് നേരെ ബോർഡർ സൈഡിലോട്ട് പോകും, എന്നിട്ട് അവിടുന്ന് കണ്ടിട്ട് ഇതേ വണ്ടിക്ക് തന്നെ തിരിച്ചു വരാനാണ് പ്ലാൻ. അതാവുമ്പോൾ പിന്നെ നടക്കേണ്ട കാര്യം, കാരണം നടന്നിട്ടൊന്നും ബോർഡർ സൈഡിലോട്ട് പോകാൻ പറ്റില്ല. 4 കിലോമീറ്റർ പോകാനുണ്ട്. സാംബ്രു എന്ന് പറഞ്ഞാൽ ടൗണിലേക്ക് ഇവിടുന്ന് 2.5 കിലോമീറ്റർ, കുറച്ച് മാറിയിട്ടാണല്ലോ. അപ്പൊ 4.5 കിലോമീറ്റർ നടന്നു പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലമാണ്, അധികം എന്താ പറയാ ക്രൗഡൊന്നും ഇല്ല. പിന്നെ മാത്രമല്ല ഇത് ബോർഡർ സൈഡും കൂടെ അല്ലേ, ചെറിയൊരു ഇടുങ്ങിയ വഴിയാണിത്. കോൺക്രീറ്റ് ആണ് കേട്ടോ ഇത്, ടാറല്ല, കുറച്ച് മോശമാണ്. ട്രെയിൻ എത്തിയ സമയത്ത് തന്നെ ഞങ്ങൾ വണ്ടി അപ്പം തന്നെ ആക്കി, കാരണം പിന്നെ ലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ വണ്ടി ചിലപ്പോൾ പിന്നെ അവിടുന്ന് കിട്ടൂല. ഒരുപാട് ആൾക്കാർ ട്രെയിനിൽ വന്ന് ഇറങ്ങിയല്ലോ. മുഴുവനും പൊടിയാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് റോഡില്ല. പിന്നെ ആ ട്രാക്ക് ഇതുവഴി പോകുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേ ഇവിടെയാണ് അവസാനിക്കുന്നത്. ഇവിടെ എന്തായി ഇനി ഇവിടുന്ന് അങ്ങോട്ടില്ല. ഇതിൻ്റെ തൊട്ടപ്പുറന്ന് പിന്നെ ബംഗ്ലാദേശിൻ്റെ റെയിൽവേ ട്രാക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് തുടങ്ങും. വിജനമായിട്ടുള്ളൊരു പ്രദേശം കേട്ടോ ഇത്. ഇപ്പൊ ചെറിയൊരു ഗ്രാമം വഴിയാണ് പോകുന്നത്. ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ അത്യാവശ്യത്തിന് നല്ല വഴിയാണ്. മൈത്രി ബ്രിഡ്ജാണ് ഇത് ഈ കാണുന്നത്. ഇവിടെ ഓട്ടോ ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് മാത്രമാണ് ഇത് കാണാൻ പറ്റുക. നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഓട്ടോ ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ. ചേട്ടനാണ് ഞങ്ങളെ ഇവിടത്തേക്കൊക്കെ കൊണ്ടുപോകുന്നത്. ലാൻഡ് പോർട്ട് സബ്രൂം. ഇത് ബംഗ്ലാദേശാണ് ഈ കാണുന്നത്. ഇത് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയിലും. അപ്പം അടിപൊളി. അപ്പോൾ ഈ പാലത്തിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് ബംഗ്ലാദേശ്. എത്ര അടുത്താണെന്ന് നോക്കിയേ. ഇത് ഈ കാണുന്നതൊക്കെ ബംഗ്ലാദേശാണ്. അപ്പം അടിപൊളി. അവിടെ ബംഗ്ലാദേശിൻ്റെ ഓഫീസേഴ്സൊക്കെ ഉണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ എത്ര അടുത്തുനിന്നാണ് കാണാൻ പറ്റുന്നത് നോക്കിയേ. അതുപോലെ തന്നെ ഇത് മൈത്രി ബ്രിഡ്ജാണ്. ഇതിൻ്റെ തൊട്ട് താഴിലൂടെ ഒഴുകുന്ന നദി ഫെനിയാണ്, ഫെനി റിവർ. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് എന്ന് കാണുന്നില്ലേ, ഇവിടം വരെ പോകാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. എന്തായാലും നല്ല രീതിയിൽ തന്നെ വന്ന് കാണാൻ പറ്റി. അധികം ആൾക്കാരൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഈ ട്രെയിനിൽ വരുന്നു. ആരും തന്നെ ഉണ്ടായില്ല കേട്ടോ. നമ്മൾ മാത്രമേ ഇവിടത്തോട്ടുള്ളൂ. ഇതാ ബോർഡർ താഴോടെ പോകുന്ന കാണാം. ആ ഒരു ലൈൻ അതിൻ്റെ ഇതാ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്നതൊക്കെ ഇപ്പോൾ ബംഗ്ലാദേശ്. ഇത് 0 പോയിൻ്റാണ്. അതായത് അങ്ങ് അതിൻ്റെ അപ്പുറത്തേക്കാണ് ബംഗ്ലാദേശ്. അങ്ങനെ നുഴഞ്ഞു കയറാനൊന്നും പറ്റൂല അല്ലേ? അങ്ങനെ പറ്റും, നുഴഞ്ഞു കയറാനൊന്നും പറ്റില്ല. അവിടെയൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് കയറുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മനു. തീർച്ചയായിട്ടും അതിപ്പോൾ ഏതൊക്കെ ഭാഗത്തേക്കൂടെ കയറാൻ പറ്റുമല്ലോ. ഇന്ത്യയിലത്തെ ടൗൺ സബ്രൂം ആണെങ്കിൽ ബംഗ്ലാദേശിലത്തെ ടൗൺ വരുന്നത് റാംഗഡ് ആണ്. അതൊക്കെ നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ റാംഗഡ് വരുന്നത് ചിറ്റാഗോങ് ഡിവിഷൻ. ചിറ്റാഗോങ് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട ഒരു നഗരങ്ങളിൽ ഒന്നാണ്. അതിൽ ഗഗ്രാചാരി എന്ന് പറഞ്ഞൊരു ജില്ലയിലാണ് ഈ റാംഗഡൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അധികം നേരം നമ്മളിവിടെ നിൽക്കുന്നില്ല കേട്ടോ. ആ ഓട്ടോ ചേട്ടനെ അവിടെ ആക്കിയിട്ടാണ് നമ്മൾ 10 മിനിറ്റ് കൊണ്ട് വരുന്ന പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്ലാഗ് പാറി പറക്കുവാണ്. എന്താ അല്ലേ, ഇവിടെ നിന്ന് കാണാൻ നല്ല രസമാണ്. നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലം, നല്ല റോഡാണ്. ഇവിടുന്ന് നേരത്തെ നമ്മൾ വന്ന് അതേ വഴി തന്നെ തിരിച്ചിറങ്ങുകയാണ്. ആ റോഡ് വഴിയാണ് നമ്മൾ വന്നത്. ഇതിലൂടെ നടന്നാൽ നമുക്ക് സുഖമായിട്ട് ബംഗ്ലാദേശ് എത്താം.
നിങ്ങളും വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ വരുന്നതാണ് ഏറ്റവും നല്ലത്. സുഖമായിട്ട് കണ്ടിട്ട് പോവാ. ഇതേ നമ്മൾ വന്ന അതേ ട്രെയിൻ തന്നെ വന്നാൽ മതി. ഓട്ടോൻ്റെ ഇവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. हाँ स्टेशन भैया आपका नाम क्या है? मेरा नाम संजीव है. ഓ संजीव बड़ी. സബ്രൂം. हाँ सब. സബ്രൂമിൽ തന്നെയാണ് ഈ ചേട്ടൻ. ഇനിയിപ്പോൾ നേരെ സ്റ്റേഷനിലേക്ക്. ഇതുണ്ടതാ ഒരു ബോർഡറിൻ്റെ ഇതൊക്കെ കാണാം. ബോർഡർ ഇത്ര അടുത്തേക്കൂടെ കാണാം. സബ്രു മാർക്കറ്റാണ്. ഇവിടെയൊക്കെ നല്ല റോഡുകളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബോർഡറിന്റെ ഭാഗത്തെ സ്ഥലത്തെ റോഡൊക്കെ മോശമായിട്ട് ചില സ്ഥലത്തൊക്കെ ഉണ്ടാവുക. ഇവിടെയൊക്കെ അടിപൊളിയാണ്. ഷെയർ ഉണ്ട്. ഇത് തൊട്ട് മുന്നിലൂടെ ബസ് പോകുന്നു. ഇപ്പൊ ഇവിടെ ഒരു സംഭവമൊക്കെ നടന്ന കേട്ടാ. അതായത് ഞാൻ ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണേ. മനുവിന്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അതിൽ സമയം 1:34. എൻ്റെ 1:34 തന്നെ സമയം. കാരണം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ, പെട്ടെന്ന് സമയം ചേഞ്ച് ആയിട്ട് ഇപ്പൊ 2:04 ആയതാണ്. ഇപ്പൊ 2:05 വീണ്ടും വന്നു. പെട്ടെന്നൊരു ടൈം മാറി. ബംഗ്ലാദേശിലോട്ട് പോയതുകൊണ്ടായിരിക്കോ? ടൈം അതായത് അറിയാലോ, ടൈം സോൺ അറിയാലോ എല്ലാവർക്കും. അതായിരിക്കാൻ ചാൻസ്. ഞങ്ങൾ ഓട്ടോയൊക്കെ ഇറങ്ങി ഇതാ വീണ്ടും സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതാ സബ്രൂം എന്നൊക്കെ എഴുതിയിട്ടുള്ള ചെറിയൊരു ബോർഡുണ്ട്. ഈ മുന്നിൽ കാണുന്ന ട്രെയിനില്ലേ, നമ്മൾ വന്ന ട്രെയിൻ, അത് 1:50 തിരിച്ചിട്ട് ഇനി അഗർത്തലയിലേക്കുള്ളത്. ഇപ്പം തന്നെ പുറപ്പെടാനായി. ഒരു 5 മിനിറ്റും കൂടിയേ ഉള്ളൂ. അപ്പോൾ സ്റ്റേഷൻ്റെ ഇവിടെ പറയുവാണെങ്കിൽ ഇവിടെ ആകെ 2 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അധികം ആൾക്കാരൊന്നുമില്ല ഈ സമയത്ത്. കാരണം ഈ ട്രെയിൻ വന്നവരെല്ലാം എല്ലായിടത്തേക്കും പോയി. പിന്നെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ കയറാനുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് പുറപ്പെടുന്ന പ്രധാനപ്പെട്ട ട്രെയിൻ എന്ന് പറഞ്ഞാൽ സാബ്രൂമിൽ നിന്ന് കൊൽക്കത്തയിലെ സിയാദിലേക്ക് പോകുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസ് ആണ്. അത് മാത്രമേ പ്രധാനപ്പെട്ട ട്രെയിനുള്ളൂ. ബാക്കിയെല്ലാം ഈ പറഞ്ഞ DMU മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ, അതായത് ബോർഡറിലേക്ക് പെട്ടെന്ന് ഓട്ടോയാക്കി പോയി തിരിച്ചപ്പം തന്നെ വന്ന് എല്ലാം ധൃതിയിൽ വരാൻ കാരണം എന്താ അറിയോ? ഈ വണ്ടി, ഈ ട്രെയിനിന് ഇപ്പോൾ ഇവിടുന്ന് പോയാൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇനി അഗർത്തലയിലേക്ക് ട്രെയിനുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളിവിടെ വെറുതെ വെയിറ്റ് ചെയ്യണ്ടേ. ഇവിടുന്ന് നമ്മൾ എന്തായാലും ബോർഡർ കണ്ടു, അതുപോലെ തന്നെ കുറച്ച് കാഴ്ചകളും കണ്ടു. അപ്പം നേരെ ഇതിന് തന്നെ തിരിച്ചു കയറി പോകുന്നത് തന്നെയാണല്ലോ നല്ലത്. ടിക്കറ്റും എടുത്തു. ഒരാൾക്ക് 30 രൂപ, 2 പേർക്കും കൂടെ 60 രൂപയായി. നേരത്തെ മാപ്പ് നോക്കുമ്പോൾ 2 മണി കഴിഞ്ഞിട്ടാണല്ലോ കണ്ടത്. നേരെ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പം തന്നെ ഇതാ നമ്മുടെ ഇന്ത്യൻ ടൈം തന്നെയായി 1:50. 1:50 തന്നെ സബ്രൂമിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. 4:15 ആകുമ്പോൾ ഈ ട്രെയിൻ അഗർത്തലയിലെത്തും. കടയൊക്കെ ക്ലോസ് ചെയ്യുകയാണ്. കാരണം ഇനിയിപ്പോൾ അടുത്ത ട്രെയിൻ ഇപ്പോഴേ ഇല്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്തെ കാഴ്ച കാണണ്ടേ. നേരത്തെ ആ കാണിച്ച വഴി 2-ാം നമ്പർ പ്ലാറ്റ്ഫോം. നമ്മുടെ ബംഗ്ലാദേശ് ബോർഡർ വേറെ ഒന്നും കൂടെ ഉണ്ട് നമ്മുടെ കൊൽക്കത്തയിൽ കേട്ടെ. പക്ഷെ അത് നേരെ ബംഗ്ലാദേശിലേക്ക് ലൈൻ ഉണ്ട്. നമുക്ക് റെയിൽ ട്രാക്ക് വഴി തന്നെ പോകാനൊക്കെ പറ്റും. അതായത് അതിലേക്കൂടെ ട്രാക്ക് ഉണ്ട്, ഗൂഡ്സ് ട്രെയിനൊക്കെ വരും. പക്ഷെ ഇതില്ല. ഇതിവിടെ ട്രാക്ക് അവസാനിച്ചു. ഇന്ത്യൻ റെയിൽവേ അവിടെ എൻഡായി. 4:10 അഗർത്തലയിലേക്ക് ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എത്തി. അങ്ങനെ അഗർത്തല റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇത് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ വന്ന ആ ട്രെയിനിൻ്റെ ആൾക്കാരുമായി, അതുപോലെ തന്നെ സിൽച്ചറിന്ന് അഗർത്തലയിലേക്കുള്ള ട്രെയിനിൻ്റെ കുറേ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം ഇപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. ഇനി ത്രിപുരയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ആകെ 8 ജില്ലകളാണുള്ളത്. അതുപോലെ തന്നെ ത്രിപുരയിലത്തെ റെയിൽവേ ലൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടൽ 265 കിലോമീറ്റർ ആണ് ത്രിപുരയിലെ മൊത്തം റെയിൽവേന്റെ ആ ഒരു നീളം വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ അത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ആസാം എന്നൊക്കെ വരുന്ന സമയത്ത്, ആസാം കഴിഞ്ഞവിടെ നമ്മൾ ത്രിപുരയിലേക്ക് എൻ്റർ ചെയ്യുമല്ലോ. അപ്പൊ ഫസ്റ്റ് വരുന്ന റെയിൽവേ സ്റ്റേഷന്റെ പേര് ചുറൈബാടി എന്നാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ധർമ്മനഗരൊക്കെ കഴിഞ്ഞ് നേരെ അഗർത്തലയിലേക്കും. അഗർത്തല തന്നെയാണ് ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ പോയ സാബ്രൂമിലേക്ക് പോയല്ലോ,
അങ്ങനെ സാബ്രുമാണ് അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഈ പറഞ്ഞ ജംഗ്ഷൻ ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ത്രിപുരയിലില്ല. അതായത് സ്ട്രീറ്റ് ലൈൻ തന്നെ. അതിപ്പം മനസ്സിലാക്കാൻ ഞാൻ പറയുവാണെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഷൊർണൂരിന്ന് കാസർഗോഡേക്ക് വരുവാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ കാര്യമാണ്, ഒരു ജംഗ്ഷൻ ഒന്നും തന്നെ ഇല്ലല്ലോ, നേരെ സ്ട്രീറ്റ് ആണല്ലോ. അതേപോലെ തന്നെ ചുറൈബാഡിന്ന് സാബ്രു വരെ നേരെ തന്നെയാണ്, ഒരു ജംഗ്ഷൻ ഒന്നും തന്നെ ഇല്ല. 265 കിലോമീറ്റർ അങ്ങനെ വരുന്നത്. 27 സ്റ്റേഷൻ കാണ്ടാണ് ത്രിപുരയിൽ ടോട്ടൽ വരുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ലൈൻ ആണ് ഈ റൂട്ടില്. ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളൊന്നും ഇല്ല, എല്ലാം ഡീസൽ ലോക്കോമോട്ടീവാണ്. പക്ഷേ അതിന്റെ വർക്കൊക്കെ കഴിഞ്ഞു. അതെ അതെ അതെ. അപ്പൊ എന്താ പറയാ, നമ്മളിന്ന് പോയ സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങളും ഇതേപോലെ ട്രെയിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓട്ടോ ആക്കി അത് കണ്ടിട്ട് വരാം. അല്ലെങ്കിൽ പിന്നെ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ ആ ചേട്ടന് ആ ദാദാന്നാ പറയില്ലേ, അപ്പൊ കൊടുത്തത് 200 രൂപയ്ക്കാണ് കൊടുത്തട്ടോ. അങ്ങോട്ട് 4 ഇങ്ങോട്ട് 4 8 കിലോമീറ്റർ ഉണ്ട്. ലാഭം തന്നെയാണ്. കാരണം ആ സമയത്ത് പിന്നെ നടന്നു പോകുന്നത് നടക്കില്ല ഒരിക്കലും. അവിടെ നെറ്റ്വർക്ക് മര്യാദക്ക് കിട്ടുന്നില്ല. തീർച്ചയായും. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു ബൈ.